CPM-ന് കോടികൾ കൈക്കലാക്കാൻ പദ്ധതിയിട്ട വമ്പൻ പദ്ധതി CPI തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതായത് പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂമി തരം മാറ്റത്തിന് ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷ CPIയുടെ റവന്യൂ വകുപ്പ് തള്ളിക്കളഞ്ഞു. എലപ്പുള്ളിയിലെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയെ തരം മാറ്റാനുള്ള അപേക്ഷയാണ് പാലക്കാട് RDO തള്ളിക്കളഞ്ഞത്. 4 ഏക്കറിൽ നിർമ്മാണ പ്രവർത്തനത്തിന് ഇളവ് വേണമെന്നും ഭൂവിനിയോഗ നിയമത്തിൽ ഇളവ് വേണമെന്നുമായിരുന്നു ഒയാസിസ് കമ്പനിയുടെ ആവശ്യം. അതായത് പിണറായി വിജയൻ സഖ്യത്തിന്റെ ആവശ്യം. എന്നാൽ പിണറായിയുടെ ഓമനയായ ഒയാസിസ് കമ്പനിയുടെ അപേക്ഷാ കടലാസ് CPI ചുരുട്ടിയെറിഞ്ഞു. എന്തു പറഞ്ഞിട്ടും കേട്ടില്ല. കേരളത്തെ മദ്യത്തിൽ കുളിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം CPM-ന്റെ എക്സൈസ് വകുപ്പും ഒപ്പം കേരള കോൺഗ്രസിന്റെ ജലവിഭവ വകുപ്പും ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടും CPIയുടെ ഒറ്റ തീരുമാനത്തോടെ പൂട്ടിക്കെട്ടുന്ന സ്ഥിതിയിലായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൃഷിസ്ഥലം ഒഴിവാക്കിയാണ് സർക്കാരിന് തങ്ങൾ മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചിരുന്നത് എന്ന് ഒയാസിസ് കമ്പനി കാലുപിടിച്ചു പറഞ്ഞിട്ടും റവന്യൂ വകുപ്പ് കേട്ടില്ല. കൃഷിസ്ഥലം ഒഴിവാക്കിയത് കൊണ്ടാണ് സർക്കാരിൽ നിന്ന് പ്രാഥമിക അനുമതി ലഭിച്ചതെന്ന് പറഞ്ഞ കമ്പനി ഏതൊക്കെ കൃഷിയിടം എന്ന് കൃത്യമായി മാർക്ക് ചെയ്തിരുന്നു അപേക്ഷയോടൊപ്പം. കൃഷിസ്ഥലത്ത് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തില്ലെന്നും കമ്പനി പറഞ്ഞു നോക്കി. എന്നാൽ ആ പ്ലാനും പേപ്പറും ചുരുട്ടി കൂട്ടയിലിടാനാണ് CPIയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമിയാണ് ഒയാസിസ് കമ്പനി ഇതിനു വേണ്ടി വാങ്ങിയത്. മദ്യം ഉണ്ടാക്കാനും ആ മദ്യം കേരളത്തിൽ മുഴുവനും വിൽക്കാനും പിണറായി വിജയനും എക്സൈസ് മന്ത്രി MB രാജേഷും പദ്ധതിയിട്ടത് ഈ ഒയാസിസ് കമ്പനിയെ മുന്നിൽ നിർത്തിയാണ്. ആ ഒയാസിസ് കമ്പനിക്ക് വഴിവിട്ട എല്ലാ സഹായങ്ങളും നൽകുന്നതിനിടയിലാണ് ഈ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്ന പരാതി വന്നിരുന്നു. ആ പരാതിയെ തുടർന്നൊക്കെ ഇതൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് CPI ഇങ്ങനെയൊരു മദ്യത്തിൽ കുളിപ്പിക്കാൻ കേരളത്തെ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി ഈ കമ്പനിയുടെ അപേക്ഷ ചുരുട്ടിയെറിഞ്ഞത്. നമുക്കറിയാം, ഒയാസിസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മദ്യ അഴിമതിയായ ദില്ലി മദ്യനയത്തിൽപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതിൽ എത്രയോ പേർ, മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകളും അടക്കം എല്ലാവരും തിഹാർ ജയിലിൽ കിടന്നതാണ് ഈ മദ്യനയത്തിനെ സംബന്ധിച്ച്. ആ മദ്യനയത്തിൽപ്പെടുന്ന ഒരു കമ്പനി പിണറായി വിജയനെയും ഇവിടുത്തെ CPM എക്സൈസ് മന്ത്രിയെയും തേടി ഇവിടെ എത്തി. അതുപോലെ തന്നെ കവിതയുടെ സഹായവുമായി ഇവിടെ എത്തി. ഇവിടെ ഒരു ബ്രൂവറി പ്ലാന്റ് തുടങ്ങണമെങ്കിൽ അതിന് പിന്നിൽ നല്ല ഉദ്ദേശമില്ല, മദ്യമാണ്. മദ്യത്തിൽ കുളിപ്പിക്കാൻ വന്നത് കോടികൾ കോഴ കൊടുത്തു തന്നെയാണ് എന്ന് വളരെ വ്യക്തമായത് കോൺഗ്രസ് തന്നെ തുറന്നു പറഞ്ഞതാണ്. ആ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് CPI ശരിവെച്ചതുമാണ്. ആ CPIക്ക് മറ്റു തരത്തിൽ പറഞ്ഞു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ CPIയുടെ റവന്യൂ വകുപ്പിൽ പെടുന്ന RDO തന്നെ അതിന് വ്യക്തമായ മറുപടി കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ഒരു പരിധിവരെ ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ള ഒരു സൂചനയാണ് നൽകിയത്. പക്ഷെ മറ്റൊരു സ്ഥലമോ മറ്റൊരു ഇടമോ കണ്ടെത്തി ഈ പദ്ധതി തുടങ്ങാവുന്നതാണ്. എങ്കിലും CPM-ന് കിട്ടിയത് CPIയുടെ ഭാഗത്തു നിന്ന് തന്നെ നല്ല കനത്ത തിരിച്ചടി തന്നെയാണ്. ഇതിനി മുന്നോട്ട് പോകാൻ എന്ത് വില കൊടുത്തും ഞങ്ങൾ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ എക്സൈസ് മന്ത്രി MB രാജേഷും വ്യക്തമാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മദ്യരാജാക്കന്മാരാണ് ഒയാസിസ് കമ്പനി. അവർ ഇവിടെ വന്നത് വെറുതെയല്ല. സർക്കാർ അവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു മദ്യനയം തിരുത്തി ബ്രൂവറി തുടങ്ങാനുള്ള എല്ലാ അനുമതിയും നൽകിയിരിക്കുന്നത്. അവർക്ക് ജലചൂഷണം നടത്തുന്നതാണ് ഏറ്റവും വലിയ പരാതിയായി ആ നാടിൽ നിന്നും ഉയർന്നതെങ്കിൽ ആ ജലവിഭവ മന്ത്രി, അതായത് ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ പെടുന്ന റോഷി അഗസ്റ്റിൻ തന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അഴിമതിയുടെ ഭാഗമാണ് ഇവരൊക്കെ. പക്ഷേ ഇപ്പോൾ CPI എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് CPM-ന്റെയും അതുപോലെ ജലവിഭവ വകുപ്പിന്റെയും ഒക്കെ തീരുമാനത്തിനും അവർ വാങ്ങിയ കോഴയ്ക്കും എതിരായി വലിയ തിരിച്ചടി തന്നെയാണ് CPI നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി പ്രതിപക്ഷവും കോൺഗ്രസും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാരണവശാലും പാലക്കാട്ട് ബ്രൂവറി തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസും പ്രതിപക്ഷവും പറഞ്ഞ അതേ രീതിയിലേക്ക് CPM-ന്റെ ഉറ്റ ചങ്ങാതി അല്ലെങ്കിൽ LDF-ന്റെ ഘടകകക്ഷിയായ CPI തന്നെ
അവർക്കെതിരെ നിന്നു എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ല എന്ന് ഇടതുപക്ഷത്തു നിന്ന് തന്നെ പാർട്ടികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഏതായാലും കേരയിൽ പദ്ധതി പൂട്ടി. പക്ഷേ അതിലെത്രത്തോളം അഴിമതി നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൽ ഒയാസിസ് കമ്പനിയുമായി വന്ന് കേരളത്തിൽ ബുർബറി നടത്താനുള്ള എല്ലാ നീക്കവും പിണറായി വിജയന്റെ വലിയൊരു അഴിമതിയുടെ വാതിൽ തുറക്കാനുള്ള പരിപാടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ പരിപാടിയാണ്, ആ പദ്ധതിയാണ് CPI തച്ചു തകർത്തിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം നിന്നു ഈ പദ്ധതിയിൽ എന്ന് വേണം കരുതാൻ.